ഇന്നലെ രാത്രി ഒരു 8:30 സ്കൂൾ ഗ്രൂപ്പിൽ നിന്നൊരു മെസ്സേജ് വന്നു. നാളെ തീയതി 12-ാം തീയതി കൊടകിൽ റെഡ് അലർട്ട് ആയതുകൊണ്ട് അംഗനവാടി മുതലുള്ള എല്ലാ സ്കൂളുകൾക്കും PU വരെയുള്ളവർക്കും ലീവാണെന്ന് പറഞ്ഞിട്ട് കണ്ട ക്ഷണം ഞങ്ങൾക്ക് സന്തോഷമായി കേട്ടോ. പക്ഷേ അതേ നിമിഷം ഞാനൊന്ന് ആലോചിച്ചു, ചെറിയൊരു ഡ്രിസ്ലിങ്ങും പോലും ഇല്ല, അതിങ്ങനെ റെഡ് അലേർട്ടായിന്ന്. അങ്ങനെ സമാധാനത്തിൽ കിടന്നുറങ്ങി. രാവിലെ അലാമൊന്നും സെറ്റ് ചെയ്യാതെ തന്നെ കുറേ ലേറ്റായിട്ട് എണീച്ചു. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് ഞങ്ങളുടെ വിരാജ്പേട്ട ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഏതായാലും സ്കൂളിൽ ലീവാണല്ലോ, ടീച്ചേഴ്സൊക്കെ പോയിട്ട് ഞങ്ങളുടേതായ കുറച്ച് പണിയെടുക്കാമെന്ന്. ആ സ്കൂളിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള കുറച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. $11 ഞങ്ങൾക്കൊരു ടീ ബ്രേക്ക് ഉണ്ട്. അപ്പം നമുക്ക് ചായയും കിട്ടി, അതിനോടൊപ്പം ബിസ്ക്കറ്റ്, പിന്നെ ഞങ്ങളുടെ കൊലീഗ്സ് കൊണ്ടുവന്ന കുറേ മിക്സറും പിന്നെ എന്തൊക്കെയോ ചെറിയ സ്നാക്സും. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ടും നടന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് സാറ്റർഡേ ഇൻവെസ്റ്റേഴ്സ് ഡേ ഉണ്ട്. അപ്പം ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വേർഡ്സൊക്കെ ഞങ്ങൾക്ക് കട്ടാക്കി എടുക്കണമായിരുന്നു. അപ്പം ഞങ്ങൾ ഓഡിറ്റോറിയമിലോട്ട് വന്നിട്ട് അതൊക്കെ കട്ടിങ്ങും പിന്നെ കളറിങ്ങും ആണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ എന്താ പറയുന്നതെന്ന്. പക്ഷെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, സ്റ്റുഡൻസ് ഇല്ലെങ്കിലും ഞങ്ങളുടെ സ്കൂൾ സ്റ്റുഡൻസിനെ മിസ്സാക്കിയിട്ടില്ല കേട്ടോ. കാരണം ടീച്ചേഴ്സ് വി ബിക്കേം ദ സ്റ്റുഡൻസ്. തിരക്ക് പിടിച്ച നോർമൽ ഡേയ്സിനും കാട്ടിയും ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരത്തിൽ ഞങ്ങൾ ശരിക്കും എൻജോയ് ആക്കും കേട്ടോ. പല കാര്യങ്ങളും ഞങ്ങളെല്ലാവരും ചേർന്ന് അവരുടെ അവിടെ നടക്കുന്ന ഓരോ എക്സ്പീരിയൻസിൽ പറഞ്ഞിട്ട് സ്വന്തം ഇരുന്ന് ചിരിക്കുക, ഇതായിരിക്കും നമ്മുടെ ഡ്യൂട്ടി. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ഉള്ളവരുടെ ആൾബലം കുറഞ്ഞ പോലെ തോന്നി. തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവർ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കണ്ടത്. റീൽസ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഓർഡറാക്കിയ ബിരിയാണി എത്തി കേട്ടോ. കാരണം ഞങ്ങൾ വിചാരിച്ചേക്കണം ഉച്ചയാകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാമെന്ന്. പക്ഷെ തീർന്നില്ല. അപ്പോൾ ഓർത്തു അത് തീർത്തിട്ട് പോവാമെന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ ലഞ്ചും എടുത്തില്ലായിരുന്നു. ചിക്കൻ പീസ് അതിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ കുഴിയാവും. ഇങ്ങനെ ഒഴിക്കുക. കമൻറ്റ് എങ്ങനെ ചിക്കൻ ബിരിയാണി അത് അവിടെ എക്സ്പ്ലെയിൻ ആക്കുന്നുണ്ട്, എങ്ങനെ ചിക്കൻ ബിരിയാണി തിന്നണം. ഈ കൊൺവേഴ്സേഷൻ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മൾ ഏത് ടൈപ്പത്തെ ആൾക്കാരാണ്. ഇതാണ് ഞങ്ങൾ. അപ്പം ഞങ്ങൾ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള വേർഡ്സൊക്കെ കട്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം വാല്യൂ ബേസ്ഡ് വേർഡ്സ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം നമ്മുടെ വർക്ക് കഴിയാനായപ്പോഴത്തേക്കും ഞങ്ങളുടെ കൊലീഗ് തന്നെ റബേക്ക, അവളുടെ വീട് സ്കൂളിൻ്റെ അടുത്തായിരുന്നു, പോയിട്ട് ഞങ്ങൾക്ക് സ്വീറ്റ്സും അതുപോലെ ചക്കയും കൊണ്ടുത്തന്നു. 4 മണി ആകുമ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂളത്തെ വർക്കുകളെല്ലാം തീർത്തു ഞങ്ങൾ വീട്ടിലോട്ട് മടങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.